എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് MS ധോണിയുടെ അത്ഭുതകരമായ ഒരു റിവ്യൂ മൊമെന്റിനെ കുറിച്ചാണ്. IPL 2025 ഏറ്റവും ചർച്ചയായ മത്സരമായിരുന്നു ഇന്നലത്തേത്. ലക്നൌവിൽ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സും ലക്നൌ സൂപ്പർ ജയന്റ്സും തമ്മിൽ നടന്ന നേർക്കുനേർ പോരാട്ടത്തിൽ ടോസ് നേടിയ ധോണി ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ലക്നൌവിന്റെ ബാറ്റിംഗ് താളം തെറ്റുകയായിരുന്നു. ആദ്യ ഓവറിൽ എയ്ഡൻ മാർക്രം ഖലീൽ അഹമ്മദിന്റെ പന്തിൽ പുറത്തായി. പക്ഷേ മിച്ചൽ മാർഷും നിക്കോളസ് പൂരനും ചേർന്ന് തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു. പന്തുകൾ ബൌണ്ടറിയിലേക്ക് പായുമ്പോൾ ചെന്നൈയുടെ ബൌളർമാർ അലയലിപ്പിക്കുകയായിരുന്നു. പൂരൻ വെറും 18 പന്തിൽ അർദ്ധശതകം നേടി. ഇവയെല്ലാം നടക്കുമ്പോൾ ധോണിയുടെ മുഖത്ത് ആശങ്കയുടെ സൂചന കാണാമായിരുന്നു. എന്നാൽ അതിനിടെ അദ്ദേഹം തന്റെ വിശ്വസ്തനായ ബൌളർ അൻഷുൽ കാംബോജിനെ ബൌളിംഗിന് വിളിച്ചു. ആദ്യ പന്തിൽ തന്നെ മാർഷ് 6 അടിച്ചു, തുടർന്ന് പൂരൻ 4 അടിച്ചു. ഈ സമയം ചെന്നൈ ക്യാമ്പിൽ സമ്മർദ്ദം കൂടിയിരുന്നു. എന്നാൽ ഓവറിന്റെ അവസാന പന്തിൽ കാംബോജ് യോർക്കർ എറിഞ്ഞപ്പോൾ പന്ത് നേരെ പൂരന്റെ പാദത്തിൽ. തകർപ്പൻ അപ്പീൽ, പക്ഷേ അമ്പയർ നോട്ടൌട്ട് വിളിച്ചു. ഇതാണ് ഈ മത്സരത്തിലെ ടേണിംഗ് പോയിന്റ്. കാംബോജ് ധോണിയുമായി ആശയവിനിമയം നടത്തി റിവ്യൂ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആദ്യം ധോണി സംശയിച്ചെങ്കിലും പിന്നെ അദ്ദേഹത്തിന്റെ അതുല്യമായ റിവ്യൂ സിസ്റ്റം വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി. ധോണി റിവ്യൂ എടുത്തു. ബിഗ് സ്ക്രീനിൽ റിപ്ലൈ വന്നപ്പോൾ നിക്കോളസ് പൂരൻ LBW ഔട്ട്. സ്റ്റേഡിയം മുഴുവൻ ആവേശത്തിൽ. ആരാധകർ പൊട്ടിച്ചിരിച്ചു. ഇതാണ് സാക്ഷാൽ ധോണി. പൂരന്റെ വിക്കറ്റ് പോയതോടെ ലക്നൌവിന്റെ ബാറ്റിംഗ് തകർന്നു തുടങ്ങി. ധോണിയുടെ ഈ ഒറ്റ ഡിസിഷൻ കൊണ്ടാണ് ചെന്നൈ വീണ്ടും മത്സരം കൈവശമാക്കിയതെന്ന് പറയുന്നതിൽ തെറ്റില്ല. കാംബോജ് തന്റെ IPL കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റ് സ്വന്തമാക്കി. ധോണിയുടെ വിശ്വാസം, ആ ചിന്താശൈലി, ഇതെല്ലാം കളിക്കാരും ആരാധകരും സന്തോഷത്തിൽ ഒരുമിച്ചു ചേർന്നു ആഘോഷിച്ചു. മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിച്ച ധോണി പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നു. അഞ്ജുൽ എന്നിലേക്ക് നോക്കി വിശ്വാസത്തോടെ ചോദിച്ചു, അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ റിവ്യൂ എടുക്കേണ്ടതാണെന്ന്. റിവ്യൂ എടുത്തതിൽ ഞാൻ സന്തോഷവാനാണ്. ടീമിന് അത്രമേൽ ആവശ്യമുള്ള ഒരു ബ്രേക്ക് ത്രൂ നൽകാനായതിൽ ഏറെ സന്തോഷമുണ്ട്. എന്തായാലും അത്ഭുതകരമായ വിജയമാണ് ചെന്നൈ ഇന്നലെ സ്വന്തമാക്കിയത്. കാത്തിരിക്കാം വരും മത്സരങ്ങൾക്കായി. ഇനി ചോദ്യം നിങ്ങൾക്കാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആർ? മഹേന്ദ്ര സിംഗ് ധോണിയോ, ഋഷഭ് പന്തോ, സഞ്ജു സാംസണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. അതുപോലെ ധോണിയുടെ ആ റിവ്യൂ തീരുമാനം കൃത്യമായതാണോ അതോ അദ്ദേഹം ഭാഗ്യവാൻ ആയതാണോ? നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.